അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊന്നും വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ പൂരത്തിന് പോയിരുന്നു. അപ്പോൾ ഇന്നപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ഭാഗങ്ങൾ ഇനിയുണ്ട്. ഭാഗങ്ങൾ പറഞ്ഞാൽ ഇത് കഥയൊന്നല്ലേ, ഞാൻ അനുഭവിച്ചെൻ്റെ ജീവിതമാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയാം, നമ്മളൊരു കുടുംബമായി കഴിയുന്നതല്ലേ. അപ്പോൾ കുറേയൊക്കെ ഇപ്പം ഞാൻ ഈ പറഞ്ഞാൽ ചിലപ്പോൾ അധികമായിട്ടുണ്ടാവും, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സ്വസ്ഥ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ആമിൻ്റെ അടുത്ത് ഇവിടെ മടിയിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് അടുത്ത ആളും വരുന്നുണ്ട്. പിന്നെ ഒരു വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാനൊക്കെ നാട്ടിൽ പൂരമായിരുന്നു. അപ്പോൾ അമ്മ മരിച്ചു 1 വർഷം കഴിഞ്ഞായിരുന്നു. ഞാൻ അമ്പലത്തിലേക്ക് രാവിലെ പോയി തൊഴുതു വന്നു. പിന്നെ കാവിലേക്ക് പിന്നെ പൂരത്തിലൊന്നും പോയില്ല. നേരെ ഞങ്ങൾ വൈകുന്നേരത്ത് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇന്നലെ അങ്ങനെ പോയി. ഇനി ഞാനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 2 ചേച്ചി പിന്നെ ഞങ്ങൾ 3 പെണ്ണും 2 ആണും. അങ്ങനെ ഇപ്പോൾ ഉള്ളത്. മുമ്പാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ 3 ആണും 3 പെണ്ണായിരുന്നു ഞങ്ങൾ. അപ്പോൾ എൻ്റെ കല്യാണം ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും 10ാമത്തെ മോളാവുകൊണ്ട്, അതായത് ചെറിയ കുട്ടിയാവുകൊണ്ട് എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടാണ് അവരൊക്കെ വളർത്തിയത്. അത്രയും കാരണം ഒരു വലിയ കുടുംബമായിരുന്നു ഞങ്ങളുടെ. അച്ഛൻ, അമ്മ, ഞങ്ങളെല്ലാവരും, പിന്നെ ചേച്ചി, ഭർത്താവും കുട്ടികളും ഞങ്ങളുടെ വീട്ടിലായിരുന്നു. ഭർത്താവ് ഇല്ല, ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല. എപ്പോഴേലും വരുമ്പോൾ ചേച്ചിയും കുട്ടികളും ഉണ്ടായിരുന്നു. പിന്നെ വലിയ ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ മോള് ഞാനും ഏകദേശം 2.5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഏറ്റവും വലുത് ഏട്ടനാണ്. പിന്നെ ഏട്ടൻ, ഏട്ടത്തിയമ്മ, ഏട്ടൻ്റെ 2 കുട്ടികൾ, എല്ലാവരും കൂടിയിട്ട് വലിയൊരു കുടുംബമായിരുന്നു. വലിയ വീടൊന്നും അല്ലായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അങ്ങനെ അതിൽ ഞങ്ങൾ സന്തോഷിച്ച് എല്ലാവരെയും ബഹുമാനിച്ച് നല്ല റെസ്പെക്റ്റോടുകൂടെ വളർന്ന ആളുകളായിരുന്നു. എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം പ്രായം ഉണ്ടാവുകൊണ്ട് എനിക്ക് ഭയങ്കര, ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും അതെ. അച്ഛൻ ഞങ്ങൾ ആദ്യം ചോറ് കൊടുക്കും. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ. അച്ഛൻ ഞങ്ങൾ ആദ്യം ചോറ് കൊടുക്കും, എന്നിട്ടേ ഞങ്ങൾ കഴിക്കുള്ളൂ. പിന്നെ അച്ഛൻ പറയും കുട്ടികൾക്ക് കൊടുക്കുക അറിയും. പക്ഷെ ഞങ്ങൾക്ക് ശീലമാണ്. അച്ഛൻ കഴിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഞങ്ങൾ കഴിക്കുക എന്നുള്ളത്. എല്ലാവരും കൂടി ഇരുന്ന് പിന്നെ കഴിക്കും. അങ്ങനെ കുട്ടികൾക്ക് പിന്നെ തരും. പിന്നെ എല്ലാവരും കൂടി പെണ്ണുങ്ങളെല്ലാവരും കൂടെ കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതേപോലെ ആരെങ്കിലും പുറത്തുള്ള ആളുകൾ വന്നാൽ, ഏത് കുട്ടികളാണ് വീട്ടിലുള്ള ചില ആരെയുള്ള വെച്ചാൽ അവർ നീച്ചിട്ട് ഉള്ളിലേക്ക് പോകും വേഗം. അല്ലെങ്കിൽ ഒരു വർത്തമാനം പറയണത് നോക്കിയിരിക്കുക, ആ ഒരു ഇതില്ല. അത് ഞങ്ങൾ ചെറുപ്പത്തിലേ ശീലിച്ച് പോകുന്നതായിരിക്കും. പിന്നെ അച്ഛനൊന്ന് ചീത്ത പറയേണ്ട ഒരു ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾ പരസ്പരം വികൃതി അടിക്കുമ്പോൾ മാത്രമേ അച്ഛനൊന്ന് നോക്കുകയുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് പേടി. അച്ഛൻ തല്ലിയിട്ടൊന്നുമല്ല, ഞങ്ങൾക്ക് പേടിയായിരുന്നു. അതൊരു ബഹുമാനത്തിൻ്റെ ഒരു ഇതാണ്. പിന്നെ അമ്മയാലും അങ്ങനെ തന്നെ ആയിരുന്നു. അവരൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായാലും 18 വയസ്സിലാണ് കല്യാണം കഴിഞ്ഞു പോരുമ്പോൾ അന്നത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികളും എന്ത് ത്യാഗം ഉണ്ടെങ്കിലും സഹിക്കുക. കാരണം ഇന്നത്തെ പോലെ പ്രതികരിക്കില്ല. കാരണം വെച്ചാൽ നമ്മളെ വീട്ടിൽ പോയിട്ട് കാര്യമില്ലല്ലോ. അവിടെ അവരൊരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ നമ്മളെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരെന്നെ വിഷമിപ്പിക്കേണ്ട, അച്ഛനമ്മയും വിഷമിക്കരുത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് അനുഭവിച്ചാലും അവരോട് പറയില്ല. കാരണം അത് നമുക്ക് കഴിയില്ല പറയാം. അന്നത്തെ ഉള്ള പെൺകുട്ടികൾക്ക് ഒരുവിധം എല്ലാവരും അങ്ങനെയാവും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ വീട്ടിലുള്ളത് ഒന്നും പറയില്ല. അച്ഛൻ്റെ അടുത്ത്, അമ്മയുടെ അടുത്ത്, ആരെടുത്തും പറയില്ല. ഇവിടെ പോരുന്നു, ഇവിടെ അങ്ങനെ താമസിക്കും, അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ പോകാനായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ വീട്ടുകാർ കിട്ടുമോ, അല്ലാതെ ഒന്നുമല്ല. അങ്ങനെ ജീവിച്ചു പോകുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ മോനായി 1 കൊല്ലമായപ്പോഴേക്കും മോനെ പ്രസവിച്ചു. അതിന് ശേഷം പിന്നെ എൻ്റെ കല്യാണം കഴിയുമ്പോൾ അച്ഛന് ഭയങ്കര സങ്കടത്തിൽ എന്നെ കരഞ്ഞിട്ടാണ് അച്ഛൻ ഇറക്കി വിട്ടത്. അച്ഛൻ എല്ലാ മക്കളെയും അച്ഛന് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ചെറിയ കുട്ടിയാകൊണ്ടിരിക്കും അച്ഛന് ഒരുപാട് വിഷമമായിരുന്നു. എൻ്റെ കല്യാണത്തിന് അച്ഛൻ ഒരുപാട് കരഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് വിട്ടത്. അങ്ങനെ വിട്ടു. പിന്നെ ഞങ്ങൾ വിരുന്നിനൊക്കെ പോയിട്ടും അങ്ങനെ ഇങ്ങനെ. പിന്നീട് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര പ്രശ്നമായി. വീട്ടിൽ ആകെ താളം തെറ്റി. പിന്നെ പക്ഷെ ഞാനതൊന്നും വീട്ടിൽ പറയില്ല. ഇവിടെ എനിക്ക് എന്താണെന്ന് ഒന്നും ഞാൻ പറയില്ല. എൻ്റെ കുട്ടീനെ ഞാൻ പ്രസവിക്കാൻ 9 മാസം വരെ ഞാൻ ഇവിടെ നിന്നത്. അതിലൊക്കെ കൂട്ടിക്കൊണ്ടുപോകണതിൻ്റെ ആ സമയത്ത് പ്രശ്നങ്ങൾ, ഇവിടെ അങ്ങനെ ആശുപത്രി പോകേണ്ട സമയത്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഒരു ഇത്. പിന്നെ അച്ഛന് ഇടയ്ക്ക് പനി വന്നിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അച്ഛന് പനി വരും. പിന്നെ ഞങ്ങൾക്ക് കുറേ കടം ബാധ്യതയിടയിലൊക്കെ അവർ വിളിക്കും, അങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ട്, അച്ഛൻ കാത്തിരിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ വെള്ള അവിൽ വാങ്ങി വയ്ക്കും, ചെറുപഴവും കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അച്ഛൻ അതിങ്ങനെ വാങ്ങിയെടുത്ത് വയ്ക്കും ഇത്ര, ഞങ്ങൾ വരുന്നു വിചാരിച്ചിട്ട്. അപ്പോൾ അമ്മ ഞാൻ വരാം അമ്മയെ ഞാൻ വരാമെന്ന് പറയും നമ്മുടെ അടുത്ത്. അപ്പോൾ അമ്മ ഇതൊക്കെ വാങ്ങിക്കൊണ്ടേ കൊടുക്കും അച്ഛന്. അപ്പോൾ അച്ഛൻ പറയും, അച്ഛൻ ചിലപ്പോൾ കടയിൽ പോയിട്ട് വാങ്ങും ചെയ്യും. അപ്പോൾ എന്നിട്ട് ഞാൻ ചെല്ലില്ലാണ്ട് അപ്പോൾ അച്ഛൻ പറയും, ഇത്രയും
കുട്ടി വരില്ല അല്ലേ, എന്നും വന്നില്ല അല്ലേ, പറ്റിയിട്ടുണ്ടാവില്ല, പറഞ്ഞിട്ടുണ്ടാവില്ല, എന്താ അച്ഛൻ വിഷമിച്ചിരിക്കലുണ്ട് നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനത്തെ. പിന്നെ അമ്മ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയായിട്ട് പിന്നെ അച്ഛനിങ്ങനെ വയ്യ പനിയാണ് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് അവർ ആശുപത്രി കാണിക്കും. ഞാൻ അറിയണില്ലല്ലോ. അച്ഛൻ ലെറ്റർ എഴുതുമെന്ന്, സാധാ ഈ ലണ്ടനിൽ ലെറ്റർ എഴുതും, അത് വായിക്കും, ഞാൻ കുറേ കരയും, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴെന്ന് വെച്ചാൽ വലിയ പനി ഉണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവർ കുറേ ആശുപത്രിക്കൊക്കെ കൊണ്ടുപോയിരുന്നു. പിന്നെ ആശുപത്രി പോയപ്പോൾ തീരെ ഇങ്ങനെ ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു. അപ്പോൾ ഓക്സിജൻ കയറ്റിയപ്പോൾ ഡോക്ടർ ഏട്ടനോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. വലിയ ഏട്ടൻ തന്ന് ഏട്ടൻ വന്നു ഒരു ദിവസം അങ്ങോട്ട്. പിന്നെ ഞാൻ കുട്ടികളെ കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പോൾ ഇവർ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. എന്തിനപ്പോൾ പോകണമെന്ന് ആദ്യം ചോദിച്ചു. പിന്നെ ഇങ്ങനെ ഏട്ടൻ പറഞ്ഞു അച്ഛന് തീരെ വയ്യ, അപ്പോൾ അവളെ ഒന്ന് കാണണം കുറേ ദിവസമായി പറയുന്നു പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി എന്നാൽ. അപ്പോൾ ഏട്ടൻ ഒരു ഡയലോഗ് കൂടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാലും സമ്മതിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഏട്ടൻ. എൻ്റെ ഏട്ടൻ എപ്പോഴും വന്നിരുന്നു എന്നെ കാണാം, മാസത്തിലൊരിക്കലും വരും. എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഏട്ടൻ. ആ ഏട്ടനെ എന്നും വരിക, കാരണം മറ്റേ ഏട്ടൻ കൂടെ ഇല്ല, ഗൾഫിൽ ഇരുന്ന് വന്ന്. പിന്നെ ചെറിയ ഏട്ടനാണ്, അവൻ ചെറുതിൻ്റെ നേരം മീതുള്ളതല്ലേ, എനിക്കെന്നെ 18 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ പ്രായം അറിയാലോ. അവ എപ്പോഴെങ്കിലും വരും. ഈ വലിയ ഏട്ടൻ ഇപ്പോഴും വന്നിരുന്നു. ഏട്ടൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിരുന്നപ്പോഴേക്കും അവളുടെ അടുത്തേക്കല്ല ഏട്ടൻ കൂടുതലും എൻ്റെ അടുത്തേക്കാണ് വന്നിരുന്നു. അങ്ങനെ പിന്നെ അച്ഛൻ ഇങ്ങനെ കാണണം പറഞ്ഞിട്ട് പിന്നെ ഏട്ടൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഞാൻ ചെന്ന സമയത്ത് അച്ഛനെ അഡ്മിറ്റ് ആക്കിയിരുന്നു ആശുപത്രിയിൽ. ഏട്ടൻ ആശുപത്രിയിൽ നിന്ന് ആണ് വന്നുള്ളതെന്ന് ഞാനറിയില്ല. അച്ഛൻ ആശുപത്രി കൊണ്ടുപോയെന്ന് എന്തോ പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷെ ഇത്ര അധികം ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണോ അച്ഛൻ ഓക്സിജൻ കയറ്റിയിട്ടാണ് അല്ലെങ്കിൽ ഓക്സിജനിലായിരിക്കണം അതൊന്നും ഞാൻ. ഏട്ടൻ്റെ മോൾ അന്ന് പ്രീ-ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ അവൾ കോളേജിലേക്ക് അവിടെ ആ ഭാഗത്തുള്ള അവിടെ തന്നെയാണ് അച്ഛൻ. ആ വഴിയാണ് അച്ഛൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോണ ഇതും. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് അച്ഛനെ കാണണം, നമുക്ക് പോവുകയെന്നാണ്. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് പോവുകയെന്ന് വെച്ചിട്ട് ഞാനും കുട്ടീനെ എടുത്ത് പുറപ്പെട്ടിട്ട് ഞങ്ങൾ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. ആശുപത്രിയിൽ ചെന്ന് നോക്കുമ്പോൾ പിന്നെ അച്ഛൻ ഓക്സിജനിൽ കിടക്കുക. ഞാൻ അന്നൊന്നും ഓക്സിജനിൽ ആരും കിടക്കുന്നത് കണ്ടിട്ടില്ല. ഓക്സിജൻ സിലിണ്ടർ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ കാണുന്നല്ലാതെ ഓക്സിജൻ്റെ ആ വലിയ കുറ്റി വെച്ചിട്ട് അച്ഛനെ ഓക്സിജൻ കയറ്റി കിടക്കണതാണ് ഞാൻ കണ്ടത്. അപ്പോൾ കുട്ടി എന്നും കുട്ടീനെ പ്രസവിച്ചിട്ട് ഞാൻ 8-ാം മാസമൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് വീട്ടിലേക്ക്. അതുവരെ അച്ഛൻ ഇങ്ങനെ മടിയിൽ ഇരുത്തും. അച്ഛനാണ് എപ്പോഴും നോക്കുക, കുട്ടീനെ അടുത്ത് ഇരിക്കുക, അതൊക്കെ. പിന്നെ കുട്ടീനെ അങ്ങനെ അച്ഛൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടുന്ന് പറഞ്ഞാക്കില്ലല്ലോ അങ്ങനെ. ഇന്നേന്നല്ല ഇവിടെ ഒരു പെൺകുട്ടികളെയും കൊണ്ടുവന്നവർ ഞങ്ങൾ ഇവിടെ 4 ആണുങ്ങളും ഒരു ഭാര്യമാരും എല്ലാവരെയൊന്നും പറഞ്ഞയച്ചിരുന്നില്ലല്ലോ. കിടക്കണതൊക്കെ പാടം കൂട്ടിയപ്പോഴേ നല്ല കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ വേഗം പുറത്തേക്ക് കുട്ടീനെ എടുത്തിട്ട് ഓടി. എന്നിട്ട് ആ പുറത്ത് പോയി നിന്ന് കരയായിരുന്നു ഞാൻ. അപ്പോൾ അമ്മ അവിടെ ഇല്ല. അമ്മേനെ ഏട്ടൻ ഹോസ്പിറ്റലിലേക്ക് അല്ലായിരുന്നു പോയിരുന്നു, പോകണമെന്നില്ല. ആ ചേട്ടൻ എന്തിൻ്റെ ആവശ്യത്തിനാണ് പോയെന്നറിയില്ല. അപ്പോൾ ഏട്ടൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ അടുത്ത് അവിടുത്തെ ഡോക്ടർ വിളിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ അച്ഛനെ നോക്കുന്ന ഡോക്ടറുടെ ക്യാബിനിലേക്ക് വിളിച്ചിരുന്നു. അമ്മ അങ്ങോട്ട് പോയിരുന്നു. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു അമ്മ അങ്ങോട്ട് ഡോക്ടറേക്ക് പോയതാണ് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ അപ്പോഴേക്കും വന്നു. ഏട്ടൻ വന്നിട്ട് ഞാൻ പോരാട്ടം പറഞ്ഞിട്ട് ഏട്ടനെ അവിടെ നിന്ന് പോയി. ഏട്ടൻ വന്നിട്ട് ഏട്ടൻ മരുന്ന് മേടിക്കാൻ പോയിട്ടാണ് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നിട്ടില്ല. അമ്മ ഉണ്ടായിട്ടില്ല. അമ്മ ആണെങ്കിൽ ആ ഡോക്ടറെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ ചോദിച്ചു ഏട്ടൻ്റെ മോളോടെ, പിന്നെ അതായത് ഞങ്ങൾ വലിയ വ്യത്യാസമൊന്നുമില്ല, 2 വയസ്സിന് വ്യത്യാസമുള്ളൂ പറഞ്ഞു. അവളോട് ചോദിച്ചു എന്തേ കുട്ടി പുറത്തേക്ക് പോയി പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും അമ്മയും വന്നു ഡോക്ടറെ കണ്ടിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു കുട്ടി പുറത്തുനിന്ന് കരയാണ്. അമ്മയോട് ചോദിച്ചു കുട്ടി പുറത്തേക്ക് പോയല്ലോ, എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാരണം. അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങൾ ഓക്സിജനിലൊക്കെ ഇരിക്കൊണ്ടാണ്, നമുക്കത് കാണാൻ വയ്യ, എന്നിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കുട്ടീനോട് വിളിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ കരച്ചിലൊക്കെ ഒതുക്കിയിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ പിന്നെ അപ്പോഴേക്കും ഏട്ടൻ ചായയും കുട്ടിക്കുള്ള കഴിക്കാൻ എന്തൊക്കെ കിട്ടും ഏട്ടൻ വന്നു. താഴെ പോയിട്ട് ഞാൻ കഞ്ഞിയിൽ പോയിട്ട് ഇതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഏട്ടനും. അപ്പോൾ അമ്മ സങ്കടം ഉണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. നമ്മുടെ കണ്ണിൽ അമ്മ കരഞ്ഞ പോലെ എനിക്ക് തോന്നി. പക്ഷേ അമ്മ ഒന്നും മിണ്ടിയില്ല ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഈ ഡോക്ടർ അമ്മയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു തമിഴ് മാത്രം സംസാരിക്കുന്ന ഒരു ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു പിന്നെ നിങ്ങൾ ആരാന്ന് വെച്ചു ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ അപ്പോഴേക്കും സിസ്റ്റർമാരെ അങ്ങോട്ട് വിളിച്ചിട്ട് എന്തോ ഒരു മരുന്നുണ്ട് അച്ഛന് എന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഇത് കൊണ്ടുപോകണം പറഞ്ഞിട്ട് വിളിച്ചിട്ട് അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് വന്നത്. അപ്പോൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾ മക്കളാണ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏട്ടന് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഡോക്ടർ ഒന്നും നോക്കാതെ ഞങ്ങളോട് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് അച്ഛനെ ഇവിടെ കടത്തിയിട്ടുള്ളത്, കടത്തിയിട്ട് കാര്യമില്ല, ഒന്നല്ലെങ്കിൽ ബ്ലഡ് മാറ്റണം, അല്ലെങ്കിൽ പിന്നെ ബ്ലഡ് മാറ്റാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അച്ഛൻ പ്രൈവറ്റ് ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു.
അവിടെ ഒറ്റപ്പാലത്ത്. അപ്പോൾ ബ്ലഡ് മാറ്റാനുള്ള സൗകര്യം ഇവിടെ ഇല്ല, ഒന്നില്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകണം അല്ലെങ്കിൽ ജൂബിലിയിൽ പോകണം പറഞ്ഞു. അതും പറഞ്ഞിട്ട് ആ ഡോക്ടറാണ് പോയി. ഇവിടെ കടത്തിക്കൊണ്ട് തൽക്കാലം ഓക്സിജൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഓക്സിജൻ കയറ്റുക കൊടുക്കുക അത്രയും ഞങ്ങൾക്ക് പറ്റുള്ളൂ പറഞ്ഞു. അച്ഛൻ്റെ അസുഖം അറിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ, എനിക്കൊന്നും അങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഞാൻ വന്നത് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നതല്ലേ, ഒരു അനുമതി കിട്ടിയിട്ട് അങ്ങനെ ഓടി വന്നതല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഏട്ടൻ്റെ കുട്ടിയോട് പറഞ്ഞു, ഏട്ടനോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ഏട്ടനപ്പോൾ അങ്ങോട്ട് ഈ സിസ്റ്റർ തന്ന മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയി. അമ്മ അവിടെ ഉണ്ട്. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഞങ്ങൾ താഴേക്കാണ് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു അഭിപ്രായത്തിൽ അമ്മ ഇരിക്കുന്നത്, അമ്മ അറിഞ്ഞിട്ടുണ്ട്, ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ പിന്നെ ഞാൻ അവളോട് പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാൻ വയ്യ, ഞങ്ങൾക്ക് വീട്ടിൽ പോകുമായിരുന്നു. അവളുടെ അടുത്ത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു പൈസ ഇല്ല എൻ്റെ കയ്യിൽ, ഒന്നുമില്ല പറഞ്ഞാൽ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പോയത്. അതിന് ഞാൻ അവളോട് പറഞ്ഞു, പിന്നെ നമുക്ക് വീട്ടിൽ പോകാറ്. അപ്പോൾ അവളോട് വന്നാൽ പോകാറുണ്ട്. അവൾ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്. പക്ഷെ എൻ്റെ അടുത്ത് ഒന്നുമില്ല. അവളുടെ അടുത്ത് പേഴ്സിൽ പിന്നെ എന്നും എടുക്കാതെ വെക്കുന്ന ആൾ സീറ്റിക്കൊന്നും അന്ന് അത്ര പൈസ ഇല്ല, കുറഞ്ഞ പൈസ അല്ലേ ഉള്ളൂ. ബസ് ചാർജ് 5 രൂപയുടെ ഒരു നോട്ടുണ്ടായിരുന്നു അവളെ കയ്യിൽ ആകുള്ളത് അതാണ്. ഞങ്ങൾ എന്നിട്ട് ബസ് കയറി അവിടുന്ന് കുട്ടീനെ എടുത്തിട്ട് ഞങ്ങൾ പോന്നു. വേറൊരു സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയാക്കുമ്പോൾ അവിടുന്ന് ബസ് കയറിയപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും പോകാനുണ്ട്, ഈ 5 രൂപയ്ക്കുള്ള ദൂരം പിന്നെയും പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബാക്കിൽ ആളുണ്ട് പറഞ്ഞു ആ കണ്ടക്ടറുടെ അടുത്ത്. അയാൾ ചോദിച്ചാലും മീശുള്ള ആളെ ആണോ എന്തോ ചോദിച്ചു ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ ഒരു ഇതിലാന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ബാക്കിൽ ആളുണ്ടെന്ന്, അവളും പറഞ്ഞു ബാക്കിൽ ആളുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങളെ ബാക്കിൽ ആരും ഉണ്ടായിരുന്നില്ലേ, ഞങ്ങളടുത്ത് പൈസ ഇല്ല, അത് കാരണം ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാ. അതിൽ പെട്ടെന്ന് ഞാൻ ബാക്കിൽ ആളുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഇവളും പറഞ്ഞത് അങ്ങനെ. ഞാൻ അവളിനോട് ചോദിച്ചു എന്താ ചെയ്യാൻ, അയാൾക്ക് തിരിച്ചു വരുമോ ചോദിച്ചപ്പോൾ അപ്പോൾ ഈ പൈസ കൊടുത്തോണ്ട് നമുക്ക് അവിടെ ഇറങ്ങി നമുക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ട്. ഞാൻ അവളുടെ അടുത്ത് ആളെ കണ്ടില്ലല്ലോ, പൈസ കിട്ടിയില്ല. പക്ഷേ അതുവരെ ഞങ്ങളോട് ചോദിച്ചില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഈ പൈസ കൊടുക്കാൻ അവൾ പറഞ്ഞു കുട്ടിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ദാഹം. അപ്പോൾ ഞങ്ങളൊരു സർബത്ത് ഒറ്റ നാരങ്ങ വെള്ളം വാങ്ങി, ഇവന് മാത്രം, കുട്ടിക്ക് മാത്രം, ഞങ്ങൾക്കൊന്നും വാങ്ങിയില്ല. അവനതിൻ്റെ പകുതി കുടിച്ചു. ഞങ്ങൾ രണ്ടാളും ഓരോ മിടുക്ക് കുടിച്ചു. കാരണം കൈയും കാലൊക്കെ കുഴയിൽ തുടങ്ങി, ഞങ്ങളാകെ ഇതായിരുന്നല്ലോ. അപ്പോൾ കുട്ടിക്ക് കൊടുത്തു ഞങ്ങൾ അവൻ കുറച്ചേ കുടിച്ചുള്ളൂ, ബാക്കി ഞാനും അവളും ഷെയർ ചെയ്ത് കുടിച്ചു. നിൽക്കുമ്പോൾ അച്ഛനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയ വണ്ടിക്കാരൻ വന്നു, ജീപ്പ് ഡ്രൈവറാണ്, ഞങ്ങളവിടെ ഉള്ളതാണ്. എന്താ കുട്ടികൾ ഇവിടെ നിൽക്കുമെന്ന് വെച്ചു ഞങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പോയി വരികയാണ്, അച്ഛൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു, അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്, എന്നിട്ട് വേറെ ആശുപത്രിക്ക് കൊണ്ടുവേണ്ടി വരും പറഞ്ഞു. അങ്ങനെ നിങ്ങൾ വണ്ടി കയറും പറഞ്ഞു. എന്തോ ഒരു ദൈവത്തിൻ്റെ ഇതിൽ ഇയാൾ പറഞ്ഞു ഞങ്ങളോട് വണ്ടി കയറാൻ പറഞ്ഞു. ഞങ്ങളെന്നെ വീടിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പൈസ ഈ സർവത്തിൻ്റെ മാത്രമേ ചിലവായുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, ഒരു പൈസ ഇല്ലാതെ. അന്ന് തന്നെ ഏട്ടൻ്റെ നിർബന്ധപ്രകാരം ചെറിയ ഏട്ടൻ പറഞ്ഞു വീട്ടിലേക്ക് കൊല്ലണം പറഞ്ഞു. അച്ഛൻ പിന്നെ അവിടെ കിടന്നിട്ട് പോവാ പറഞ്ഞിട്ട് എൻ്റെ കുട്ടികളുടെ അടുത്ത് കടന്ന് മരിക്കണം പറഞ്ഞിട്ട് അച്ഛൻ അവിടെ ഭയങ്കര ബഹളമായിരുന്നത്. അങ്ങനെ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അന്ന് രാത്രി അച്ഛന് നല്ല വയ്യ, പിന്നെ ശ്വാസം മുട്ടൽ ഇതൊക്കെ ഉണ്ടായി. രാത്രി ഒരു രാത്രി മാത്രമാണ് ഞാൻ അച്ഛൻ്റെ കൂടെ ആ വീട്ടിൽ നിന്നിട്ടുള്ളത്. അത് നിൽക്കാൻ അച്ഛന് വയ്യ, മേലൊക്കെ കുത്തിയതാവും. അപ്പോൾ ഞങ്ങൾ ചൂട് പിടിപ്പിച്ച് കൊടുക്കും, ഈ മണൽക്കിഴിയൊക്കെ അങ്ങനെ ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അച്ഛൻ അത് വയ്ക്കാൻ പറയും ഇത് വയ്ക്കാൻ പറയും, അതൊക്കെ ചെയ്യും. രാവിലെ കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല അച്ഛന്. അങ്ങനെ അച്ഛനെ അന്ന് തൃശ്ശൂർക്ക് കൊണ്ടുപോയി പിറ്റേ ദിവസം രാവിലെ. അപ്പോൾ ഈ ഒരു രാത്രി മാത്രമേ ഞങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ രാവിലെ അച്ഛനെ തൃശ്ശൂർക്ക് കൊണ്ടുപോകുമ്പോൾ അച്ഛൻ ഇന്ന് കഞ്ഞി കുടിക്കുക. അപ്പോൾ അമ്മ അച്ഛനെ ഇരുന്നിട്ട് ഷർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, വെള്ള ഷർട്ട് അച്ഛൻ്റെ വെള്ളമുണ്ടും. അപ്പോൾ അമ്മ ഷർട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, പിന്നെ അമ്മ അച്ഛനെ കല്യാണത്തിനല്ലേ കൊണ്ടുപോകണേ, അച്ഛൻ കല്യാണത്തിന് പോകുമ്പോഴാണ് അച്ഛനെ ഷർട്ട് ഇടിക്കുന്നത്, കണ്ടില്ലായിരുന്നു അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ആ ഡോക്ടർ പറഞ്ഞ വാക്കുകളാണ് മനസ്സിലുള്ളത്. അന്നൊക്കെ അതെന്ന് പറഞ്ഞാൽ ആ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു അച്ഛന് ബ്ലഡ് ക്യാൻസറാണെന്ന് അന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞു. അറിയില്ലായിരുന്നു ഈ ഇടയ്ക്ക് പനി വരുന്നത് എന്തിൻ്റെയെന്ന്. എന്തെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകും, അതിനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അച്ഛനെ തൃശ്ശൂർക്ക് ഏട്ടൻ്റെ നിർബന്ധപ്രകാരം കൊണ്ടുപോയി. അവിടെ ഒരു ദിവസം അച്ഛൻ കടന്നു. പിറ്റേ ദിവസം പിന്നെ ഇതേപോലെ അച്ഛൻ മരിച്ചു എന്നുള്ള ഇതിൽ ഒരു പ്രാവശ്യം ഏട്ടൻ കൂടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നു. ബ്ലഡൊക്കെ മാറ്റുമ്പോൾ പൈസ വേണമല്ലോ. ആ സമയത്ത് ഒരു ഹർത്താലായിരുന്നു അന്ന്. അപ്പോൾ അച്ഛൻ ബാലരമ, പൂമ്പാറ്റ, മനോരമ, മംഗളമൊക്കെ വായിക്കും, എല്ലാ ആഴ്ചത്തെയും വായിക്കും. കണ്ണിനൊന്നും ഒരു കേടുമില്ല. അച്ഛന് ഈ അസുഖം കൂടെ പെട്ടെന്ന് ബ്ലഡ് ഇതാവുമ്പോഴായിരിക്കും അങ്ങനെ വരുന്നുണ്ടാവുക. ആ ഒരു ഇത് മാത്രമല്ല. അച്ഛൻ ആ ആഴ്ചത്തെയും കൂടി മനോരമ ആ ദിവസം ഏട്ടൻ വാങ്ങി കൊടുത്തിട്ടാണ് പോകുന്നത്. മനോരമ വരുകൊണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടനൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചെടുത്തിട്ടാണ് പോകുന്നത്. ഏട്ടൻ പോലും വലിയ കുഴപ്പമൊന്നുമില്ല അച്ഛന്. അങ്ങനെ പോന്നു. അപ്പോൾ പോന്നിട്ട് അമ്മ ഒറ്റയ്ക്കുള്ളൂ ഇത്ര അന്നത്തെ ദിവസം അവിടെ പകൽ. അപ്പോൾ അച്ഛന് തീരെ വയ്യാതെയാണ്. അതിൽ അമ്മ പോയിട്ട് നഴ്സുമാരെയൊക്കെ വിളിച്ചു കൊടുന്ന് നോക്കുമ്പോൾ അവർ പറഞ്ഞത്ര അച്ഛൻ മരിച്ചു.
അതിൽ അമ്മേനെ അവിടെ അവരെ നഴ്സുമാർ അവർ റൂമുണ്ടാവുമല്ലോ അതിൽ കൊണ്ടുപോയിരുത്തി അമ്മ എന്തിനാ മോനെ പറഞ്ഞയച്ച് പിന്നെ അമ്മേനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് എന്തിനാ മോൻ പോയി എന്നൊക്കെ വെച്ചിട്ട് അമ്മ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞു. അന്ന് ഫോൺ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുപോയി. പിന്നെ ഏട്ടൻ അവിടെ എത്തിയിരുന്നു. പിന്നെ തിരിച്ച് പോവുകയും ചെയ്തിരുന്നു. വൈകുന്നേരത്തെ രാത്രി ആകുമ്പോഴേക്കും എത്താമെന്നുള്ളതിൽ. പക്ഷേ എന്നിട്ട് അവർ മുണ്ടൊക്കെ അച്ഛൻ്റെ മേലിൽ കൂടെ ഇട്ടു, ഇത്ര മുഖത്ത് കൂടെ കെട്ടു പോയി എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് എന്തിനോ വേണ്ടിയിട്ട് ഒരു നേഴ്സ് എന്തോ സാധനങ്ങൾ എടുക്കാൻ വന്നതായിരിക്കും, ഗ്ലൂക്കോസൊക്കെ ഉള്ളതല്ലേ, എന്തോ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഒരു അനക്കം കണ്ടപ്പോൾ നോക്കുമ്പോൾ അച്ഛൻ മരിച്ചിട്ടില്ല അത്ര. അതിൽ അമ്മ ഓടി വന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയി അമ്മ. പിന്നെ രാത്രിയാകുമ്പോൾ ഏട്ടൻ എത്തിയപ്പോൾ ഡോക്ടറിങ്ങനെ ചോദിച്ചു ഇങ്ങനെ കണ്ടായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ അന്ന് രാത്രി അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടേ അത്ര. പിന്നെ എനിക്ക് എൻ്റെ കുട്ടികളേക്ക് പോകണം, എനിക്ക് ഇവിടെ കിടന്ന് ഞാൻ മരിക്കില്ല, എന്നെ വീട്ടിൽ കൊണ്ടുപോകും പറഞ്ഞിട്ട് ഭയങ്കര ബഹളത്ര അവിടെ നിന്ന്. അതിലേട്ടൻ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ചേച്ചി പോയിരുന്നു. അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ അച്ഛനെ അവർ പറഞ്ഞേക്കില്ല പറഞ്ഞതാ. ഞങ്ങളെ നിർബന്ധപ്രകാരം അച്ഛനെ അച്ഛൻ വീട്ടിൽ വെച്ചിട്ടാണ് എൻ്റെ കുട്ടികളടുത്തേക്ക് പോകണം, എൻ്റെ കുട്ടികളടുത്ത് കാരണം മരിക്കണം ഇതന്നെ അത്ര അച്ഛൻ പറയുന്നു. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അന്ന് രാത്രി അച്ഛന് തീരെ വയ്യ പറഞ്ഞാൽ തീരെ വയ്യ. ഡോക്ടർ പറഞ്ഞായിരുന്നു ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എന്നാലും ആശുപത്രി കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ ശ്വാസം മുട്ടുമ്പോഴൊക്കെ ഓക്സിജൻ കയറ്റിയിട്ടൊക്കെ ഇതാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അച്ഛൻ സമ്മതിക്കണില്ല. അച്ഛൻ ഭയങ്കര ചീത്ത എല്ലാവരെയും. അവിടെ അമ്മയിലേ ഉള്ളൂ ഏട്ടന്. അതിൽ അങ്ങനെ കൊണ്ടുവന്നതാണ് ഇവർ. അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ അന്ന് രാത്രി ഭയങ്കര ഇതായി. അച്ഛൻ മരിച്ചു ഏട്ടൻ്റെ മടിയിൽ കിടന്നിട്ട് തന്നെ. ഏട്ടനും അമ്മയല്ല ഞങ്ങളെല്ലാവരും ഉണ്ട് 4 പുറ. പക്ഷേ ഏട്ടനാണ് എല്ലാം ചെയ്തത്, വലിയ ഏട്ടൻ. അങ്ങനെ ഏട്ടൻ ആക്കിയപ്പോഴും ആ ബാലേട്ടൻ സിനിമ കാണുമ്പോണ്ടല്ലോ നെടുമുടി വേണു മോഹൻലാലിൻ്റെ മടി കിടന്നിട്ടൊരു മരണമുണ്ട്. ആ മരണം എൻ്റെ അച്ഛൻ്റെ മരണമായിട്ട് ഞാൻ എപ്പോഴും കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ മരണം ഉണ്ടായത് അച്ഛൻ ഏട്ടൻ്റെ മടിയിൽ തലവെച്ച് കടന്നു. ഏട്ടൻ പിടിക്കുകയായിരുന്നു അച്ഛനെ, പിടിച്ചു കടന്നു. പിന്നെ കണ്ണൊക്കെ മുഴിഞ്ഞിട്ടിരുന്നു. ഏട്ടൻ തന്നെ കണ്ണൊക്കെ ചിമ്മിപ്പിച്ച് ഞങ്ങളെനിക്ക് നോക്കി അച്ഛൻ. എന്നിട്ട് അങ്ങനെ മരിച്ചു. അപ്പോൾ ആ ഒരു ദിവസമാണ് എനിക്ക് അച്ഛനെ കിട്ടിയത്. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. സാരില്ല. പിന്നെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി. അപ്പോൾ അത് അച്ഛൻ്റെ അടുത്തേക്ക് അച്ഛന് വയ്യ തോന്നിയിട്ട് ഒന്ന് പോവാനുള്ള ഒരു അനുമതി എനിക്ക് കിട്ടിയതുമില്ല, പോയതുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയാം. അച്ഛൻ്റെ പേരിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും ഒരു പ്രാവശ്യം ആ സമയത്തൊക്കെ കാണാഞ്ഞിട്ടും ഒക്കെ. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ മരണവും കഴിഞ്ഞു. പിന്നെ അതേപോലെ എൻ്റെ ഏട്ടൻ മരിച്ചു അറ്റാക്കായിട്ട്. അത് പിന്നെ പറയാം ഒരു വീഡിയോയിൽ. ഇതൊക്കെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പം ഇങ്ങനെ വീടിനുള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്കിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഞാൻ ഓർക്കും. അപ്പോൾ എവിടെയൊക്കെ തുറന്ന് പറയുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ആരെയും ഹെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേരെടുത്ത് പറഞ്ഞിട്ടോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ അനുഭവിച്ച വേദനകളൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ അച്ഛൻ ഞങ്ങളുടെ നിന്ന് അത്രയും എന്തുപോലെ സ്നേഹിച്ചിരുന്നെന്നറിയോ അച്ഛൻ. അങ്ങനെ അങ്ങനെ പോയത്. അപ്പോൾ എനിക്ക് ആ സമയത്തൊന്നും അച്ഛൻ്റെ കൂടെ നിൽക്കാനോ കാണാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ അടുത്തൊരു അനുഭവം, കഥയൊന്നുമല്ല, അതിൻ്റെ ജീവിതമാണ്. അപ്പോൾ ഞാൻ അനുഭവിച്ച വേദനകളാണ് ഇതൊക്കെ. കുറേ വേദനകളുണ്ട് അനുഭവിച്ചത്. പക്ഷേ അതൊക്കെ ഇപ്പോൾ വീഡിയോ കൂടെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര പ്രശ്നം വരില്ല. അത് കാരണം കുറേ ഒന്നും പറയില്ല. പക്ഷെ ഇതൊക്കെ എൻ്റെ അച്ഛൻ്റെ മരണമൊക്കെ എനിക്ക് പറയാമല്ലോ, ഞാനെങ്ങനെ അതിനെ അഭിമുഖീകരിച്ചു എന്നുള്ളത് എനിക്ക് പറയാമല്ലോ. അതിനിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ആരും പേരെടുത്ത് പറയുകയോ ആരെയും കുറ്റപ്പെടുത്തി ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അനുഭവിച്ചത് ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ അച്ഛൻ്റെ മരണവും കഴിഞ്ഞു. എനിക്കിപ്പോഴും ഒരു മനസ്സിലൊരു വേദനയായിട്ട് കിടക്കുകയാണത്. കാരണം അച്ഛൻ്റെ ഒരു കാത്തിരിപ്പ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഞാൻ ഒന്നും പോയിട്ടില്ല, എന്നെ പോകാൻ സമ്മതിച്ചിട്ടുമില്ല. അങ്ങനെ അച്ഛനെ മരണിക്കാനുള്ള ദിവസങ്ങളിലാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഒരു ദിവസമാണ് അത് വന്ന് അച്ഛന് വയ്യ, ഒരു രാത്രി അവിടെ നിന്നിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒന്നിനും യോഗമില്ലാത്തൊരു ജീവിതത്തിൻ്റെ പോലെ ആയി അന്ന്. ഇനി അങ്ങനെ പിന്നെ അച്ഛൻ മരിച്ചു. അന്ന് അച്ഛൻ മരിച്ചു, അത് കഴിഞ്ഞിട്ട് ഏട്ടൻ മരിച്ചു. ഇപ്പോൾ 1.5 വർഷമായിട്ടുള്ള അമ്മ മരിച്ചിട്ട്. ഒക്കെ ഒരു തരം എന്താ പറയുക, ഓർക്കുമ്പോൾ ഓർക്കാതിരിക്കാനും വയ്യ. എനിക്ക് വിഷമം വരുമ്പോൾ ഈ 3 ആളുടെ മുഖമാണ് എനിക്ക് ആദ്യം വരും എൻ്റെ മനസ്സിൽ, അച്ഛൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ. കാരണം അവർ 3 ആൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവർ 3 ആളും നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ വിചാരിക്കും, ഇപ്പം ഞാനൊരു അനാഥല്ലേ എന്നുള്ളത് ഇങ്ങനെ വിചാരിക്കും. മക്കളുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അവർക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ നമ്മളെ അച്ഛൻ്റെ അമ്മയുടെയും പോലെ വരില്ലല്ലോ മറ്റുള്ളൊരു സാമീപ്യം. അതാണ് ഒരു വ്യത്യാസം ഉള്ളത്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഓവറായിട്ട് പറഞ്ഞൊന്നല്ലേ,
നമുക്ക് നമ്മൾ അനുഭവം പറയുമ്പോൾ ചിലപ്പോൾ കരച്ചിലൊക്കെ വരും, അതുകൊണ്ടുണ്ടായതാണ്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ എനിക്ക് ഇന്നലെ ഇടണം വിചാരിച്ചാൽ ഞാൻ ഇന്നലെ ഇടാൻ പറ്റിയില്ല എനിക്ക്. പിന്നെ ഇതൊന്ന് രണ്ടാമതൊന്ന് ബാക്കി എടുത്തത് അന്ന് അപ്പോഴേക്കും ആരോ കൂടെ വന്നു, അപ്പോഴേക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ അങ്ങനെ സുഖമില്ലാതെ ഇരിക്കല്ലേ. ഇപ്പോൾ ഞാൻ മരുന്ന് ഞാനായിട്ട് നിർത്തിയില്ല, എനിക്ക് വലിയ സത്യം പറഞ്ഞാൽ ഞാൻ മരുന്ന് കഴിച്ചിട്ട് ഇനി വല്ല അസുഖം ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഫുൾ ബോഡി ചെക്കപ്പ് നടത്തി. അപ്പോൾ അതിന് ബ്ലഡിൻ്റെ കുറവ് മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കപ്പോൾ മരുന്നൊന്നും ഞാൻ കഴിക്കണമൊന്നുമില്ല, എന്നാലും എനിക്ക് ചൂട് ഇതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഫാന് ഫുൾ സ്പീഡിൽ ഇടണം എനിക്ക് ശരിക്കും. പക്ഷേ ഫുൾ സ്പീഡിൽ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിലൊരു ജാതി സൗണ്ട് വരുന്നുണ്ട്, അത് കാരണം ഞാൻ കുറച്ച് വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അച്ഛൻ്റെ മരണമായിട്ടുള്ള ഒരു വിഷമം മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് നീണ്ടു പോയിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക.